പ്രത്യാശയുടെ തീർത്ഥാടകരായി തങ്ങളുടെ ജീവിതം ഔദാര്യപൂർവ്വം നൽകാൻ തയ്യാറാകാൻ യുവജനങ്ങൾക്ക് പാപ്പായുടെ പ്രത്യേക ക്ഷണം. ജൂബിലി വർഷത്തിൽ 2025 മെയ് 11 ആചരിക്കപ്പെടുന്ന 62ാമത് ദൈവവിളികൾക്കായുള്ള പ്രാർത്ഥനാ ദിനത്തിലേക്കായി മാർച്ച് 19 ഒപ്പിട്ട് റോമിലെ പോളിക്ലിനിക് ജെമല്ലി ആശുപത്രിയിൽ നിന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ പ്രസിദ്ധീകരിച്ച തൻ്റെ സന്ദേശത്തിലാണ് പാപ്പ ഇങ്ങനെ എഴുതിയത്: നന്മയുള്ള ജീവിതം നയിക്കാനുള്ള തീരുമാനങ്ങളെയും പദ്ധതികളെയും തകർക്കുന്നതാണ് പാവപ്പെട്ടവരും ദുർബലരുമായ മനുഷ്യർക്ക് നേരെയുള്ള അനീതികളും സ്വാർത്ഥ താൽപര്യാർത്ഥമുള്ള നിസ്സംഗതയും, ലോകത്തെ സംഘർഷങ്ങളും യുദ്ധങ്ങളുമെന്നും. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ ലോകം കടന്നുപോകുമ്പോഴും കർത്താവ് നമ്മെ, പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോകുന്ന മനുഷ്യരെ കൈവെടിയുന്നില്ലെന്നും നാം എല്ലാവരും അവനാൽ സ്നേഹിക്കപ്പെടുന്നവനെന്ന ബോധ്യം നമ്മിലുളവാക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പാപ്പ എഴുതി. വിവിധ ദൈവവിളികളിലേക്ക്, പ്രത്യേകിച്ച് സമർപ്പിത വിളികളിലേക്ക് ചുവടുവെക്കുന്നവർ സഹനങ്ങളിലും ദുരിതങ്ങളിലുമായിരിക്കുന്ന മുറിവേറ്റവരെയും അവഗണിക്കപ്പെട്ടവരെയും മറന്നു കളയരുതെന്നും തൻ്റെ സന്ദേശത്തിലൂടെ ഉദ്ബോധിപ്പിച്ച പാപ്പ, സഭയിലെ ഓരോ ദൈവവിളികളും അത് ആത്മായ ജീവിതത്തിലേക്കോ പൗരോഹിത്യ ജീവിതത്തിലേക്കോ സമർപ്പിത ജീവിതത്തിലേക്കോ ആകട്ടെ, ലോകത്തിനുള്ള പ്രത്യാശയുടെ അടയാളങ്ങളാണെന്നും ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിനൊപ്പം പ്രവർത്തിച്ച് ദൈവവിളികൾ തിരിച്ചറിയുന്നതിനും അവ സ്വീകരിക്കുന്നതിനും അവ ജീവിക്കുന്നതിനും ആളുകളെ സഹായിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നത് അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു കടമയാണെന്ന് പാപ്പ തൻ്റെ സന്ദേശത്തിൽ എഴുതി. ജീവിക്കുന്ന യേശുവിനൊപ്പമുള്ള ജീവിതത്തിലൂടെ ലഭിക്കുന്ന പൂർണ്ണമായ സന്തോഷത്തിലേക്ക് നടന്ന വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ജീവിതങ്ങളെക്കുറിച്ച് അറിയുന്നതും പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു.